ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു പെരി പെരി അൽഫാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് കാണാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെരി പെരി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ വറ്റൽമുളക്. ഇവിടെ 15 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ചൂടുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് ഈ പെരി പെരി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ കാശ്മീരി ചില്ലി ഹാഫും സാധാ നമ്മുടെ ഈ ചില്ലി ഹാഫുമാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശ്മീരി ചില്ലി ഇല്ലാത്തത് കാരണം ഞാൻ മൊത്തത്തിൽ നമ്മുടെ ഈ സാധാ ചില്ലി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതൊരു 10 മിനിറ്റ്സ് ഇതൊന്ന് സോക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ 2 ചിക്കനാണ് പെരി പെരി അൽഫാം ഉണ്ടാക്കാൻ പോകുന്നത്. ചെറിയ ചിക്കനാണ്, അധികം വലുപ്പമൊന്നും ഇല്ലാത്ത ചെറിയ ചിക്കനാണ്. അപ്പോൾ അതിന് ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം ചേർത്തൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ പെരി പെരി ചിക്കൻ അൽഫാം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു റെഡ് കളറായിരിക്കും എല്ലാവരുടെയും മൈൻഡിൽ വരാം. ആ റെഡ് കളർ വേണമെങ്കിൽ നമ്മൾക്ക് കാശ്മീരി ചില്ലി എന്താ പറയുക നിർബന്ധമാണ്. അപ്പോൾ പിന്നെ റെഡ് കളറൊന്നും അത്ര ആവശ്യമില്ല എന്നുള്ള ആൾക്കാർക്ക് ഇത് മാത്രം മതി. കാശ്മീരി ചില്ലി മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് കിട്ടില്ല, കളർ മാത്രമേ കിട്ടൂ, അതിന് ഫ്ലേവർ കുറവാണ്. ഇതിനാണ് നല്ല ഫ്ലേവർ കിട്ടുക. നമുക്ക് വീട്ടിൽ നമുക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ശരിക്കും കാശ്മീരി ചില്ലിൻ്റെ ആവശ്യമില്ല. നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കണം. ഒരു ചെറിയ ബൗളിൽ മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 വലിയ ചെറുനാരങ്ങയുടെ ജ്യൂസ്, പിന്നെ ഒരു ഹാഫ് ഗ്ലാസ് ഓഫ് ഓയിൽ, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ നല്ലൊരു അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മെയിൻ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് ഓയിൽ കൂടിപ്പോവാൻ പാടില്ല. അപ്പം നമ്മുടെ ചിക്കനിൽ മസാല നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കില്ല, ഇങ്ങനെ ഒലിച്ചിറങ്ങിപ്പോവും. അപ്പം അതിൽ നന്നായിട്ട് മസാല പിടിക്കണമെന്നുണ്ടെങ്കിൽ ഓയിലിൻ്റെ അളവ് ഒരു കാരണവശാലും കൂടിപ്പോവാൻ പാടില്ല. കുറച്ച് മാത്രം ഓയിൽ ചേർത്താൽ മതി അരച്ചെടുക്കുമ്പോൾ. അപ്പം നമുക്ക് ചിക്കനെല്ലാം ഈ മസാല നന്നായിട്ടൊന്ന് പിടിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ലൈൻസ് ഇട്ട് കൊടുത്തതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കുക. അപ്പം എല്ലാ പീസ് ചിക്കനും നമുക്ക് ഇതേപോലെ ഒന്ന് മസാല മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് പെരി പെരി അൽഫാം എന്നല്ല, ഏത് അൽഫാം ഉണ്ടാക്കുമ്പോഴും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോഴും മാരിനേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എത്ര നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടോ അത്രയും നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം കുറേ മുമ്പ് തന്നെ ചിക്കനെല്ലാം മിക്സ് ചെയ്ത് വെക്കാൻ നോക്കാം. അപ്പം നല്ലൊരു അടപ്പ് ടൈറ്റായി നിൽക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഞാൻ ചിക്കനൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം മാരിനേഷന് മുമ്പ് നമുക്കിതിലൊന്ന് സ്മോക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഒരു ചെറിയ കപ്പിൽ ചാർക്കോൾ ഇട്ടിട്ട് ഇപ്പോൾ സ്മോക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ സ്മോക്ക് വരുത്തിച്ചതിന് ശേഷം നമുക്കിത് നല്ലൊരു ടൈറ്റുള്ള ഒരു അടപ്പെടുത്ത് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ ചാർക്കോൾ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് മാരിനേഷന് വെക്കാനായിട്ട്. ഒരു അരമണിക്കൂർ ഇതിൽ സ്മോക്ക് കിടക്കട്ടെ. എന്നിട്ട് ബാക്കി ഒരു 4 hours എങ്കിലും മിനിമം നിങ്ങൾ ഫ്രിഡ്ജിൽ ഇത് വെക്കാൻ നോക്കുക. അപ്പം ഞാനൊരു 1 day ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം 4 hours എങ്കിലും വെക്കാം. അപ്പം ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ 200 ഡിഗ്രിയിലായിരുന്നു പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേ സെയിം സംഭവം നമുക്ക് ഫ്രൈയിങ് പാനിൽ ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. സാധാ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ബട്ടറിലോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് ഞാനൊരു ഓവനിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓവൻ കയ്യിലുള്ളവർ ഓവനിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എല്ലാവരും ഫ്രൈ പാനിൽ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് ഇതേ ടേസ്റ്റിൽ തന്നെ കിട്ടും. അപ്പോൾ 200 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ച ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട്. 45 മിനിറ്റ്സ് ആണ് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ചിക്കനൊക്കെ കുക്കായി വരുമ്പോഴത്തേനും നമുക്ക് കിച്ചണിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നോക്കാം. ഇന്ന് പെരി പെരി ചിക്കൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇന്ന് പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ പെരി പെരി അൽഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുബൂസാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് പൊറോട്ട ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഉപ്പയത്തുണ്ട്. അപ്പോൾ മൂപ്പരൊരു പൊറോട്ട സ്പെഷ്യലിസ്റ്റാണ്. ആളുടെ പൊറോട്ട കഴിച്ചാൽ പിന്നെ വിടുകയില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്കിന്ന് പൊറോട്ട ഉണ്ടാക്കാം.
നിങ്ങൾക്കിപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ആ പൊറോട്ട എന്താ പറയുക, നമുക്ക് ആർക്കും ഉണ്ടാക്കിയാൽ അതേപോലത്തെ ഒരു ടേസ്റ്റും ആ ഒരു ടെക്സ്ചറും ഒന്നും കിട്ടൂല, അത്രയും അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ പൊറോട്ടയ്ക്ക് റെഡിയായി. ചിക്കൻ എന്തായി നോക്കാം. ഏകദേശം 45 മിനിറ്റ്സ് ആവാറായിട്ടുണ്ട്. ഇപ്പം ആയി. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി. അപ്പം നല്ലൊരു എന്താ പറയുക, അത്രയും ടേസ്റ്റ് ആയിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പെരി പെരി അൽഫാമാണ് ഇന്ന് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇതാ പൊട്ടി വരികയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചെറിയ ചിക്കനാണെന്ന്. അപ്പോൾ 45 മിനിറ്റ്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കുക്കായി പോയിട്ടുണ്ട് 45 മിനിറ്റ്സ് വെച്ചിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചെറിയ ചിക്കനാണ് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരു 35 to 40 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അത്രേ ആവശ്യം വരുള്ളൂ. അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇങ്ങനെ കുക്കായി പോവും. അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും കുക്കാവണം എന്നില്ല. അപ്പോൾ കുറച്ച് കുക്കായാൽ മതി. അപ്പോൾ ഫ്രൈ പാനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഓരോ പ്രിഫറൻസ് അനുസരിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.